നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് പരിശുദ്ധ അമ്മ വഴി പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ജെൻസൺ ബ്രദറിനെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്പിരിച്വൽ ഫാദറായ ബെന്നിയച്ചന്റെ പേരിലും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ വ്യക്തിയുടെ പേരിലും സ്നേഹത്തോടെ ജെൻസൺ ബ്രദറെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്കറിയില്ല, ഈ ഗ്രൂപ്പില് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. താമസിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഡ്യൂട്ടിയിലാണ്. സൗദി അറേബ്യയിൽ ഇപ്പൊ 5:30 മണി സമയമായിട്ടുള്ളൂ. 5:45. ഞാനൊരു മീറ്റിംഗിലായിരുന്നു. ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എന്റെ പേര് ജെൻസൺ ഫെർണാണ്ടസ്. ഞാൻ കഴിഞ്ഞ 30 വർഷക്കാലമായി 28 വർഷക്കാലമായി സൗദി അറേബ്യയിലാണ്. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ സൗദി അറേബ്യയിൽ വന്നത്. 20ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിൽ വന്ന് 28 വർഷമായി ഇവിടെ തന്നെയാണ്. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് പരിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇപ്രകാരം പറയുന്നു: അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഞാൻ നിന്നെ വിളിച്ചു. ജെറമ്യാ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, ബാലനാണെന്ന് നീ പറയരുത്, ബാലനാണെന്ന് നീ പറയരുത് എന്ന് പറഞ്ഞേ, ഹൃദയത്തിൽ പറഞ്ഞേ, ബാലനാണെന്ന് നീ പറയരുത്. ഒന്ന് പറയാമോ? ഈശോയെ, നിന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ദുർബലനാണെന്ന് നീ പറയരുത് എന്നാ അതിന്റെ അർത്ഥം. നിന്റെ ബലഹീനത നീ പറയരുത്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, നിനക്കാരുമില്ല എന്ന് നീ പറയരുത്. കഴിവില്ലാത്തവനാണ്, കഴിവില്ലാത്തവളാണ് എന്ന് നീ പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യാ ഒരു ബാലനായിരുന്നു. ബാലനായവനോട് കർത്താവ് പറയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടണ്ട, നിന്റെ രക്ഷക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് അജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള, കുഞ്ഞുമാലാഖമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണല്ലോ. ഇത് വലിയൊരു കൃപയാണ് നമ്മൾ ഈ ഇടത്തായിരിക്കുന്നത്. നിസ്സാരമെന്ന് നമ്മൾ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം പറയുകയാണ്, നീ ബാലനാണെന്ന് മാത്രം പറയരുത്. കർത്താവാണ് നിന്നെ വിളിച്ചത്, നിന്നെ നിയോഗിച്ചത്, നിന്നെ അയക്കുന്നത് കർത്താവാണ്. ഈ ബോധ്യമാണ് ഈ വചനം നമുക്ക് തരുന്നത്. ഞാൻ സത്യത്തില് ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തന്നു, എഴുന്നേക്കുക, ചെല്ലുക, ഇന്ന് നീ 8 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞതാ. ഞാൻ എൻ്റെ ഈശോയെ, ഞാൻ എൻ്റെ GM സാറിനോട് പറഞ്ഞു, ഞാൻ ഒരു മീറ്റിംഗിലാണ്, അദ്ദേഹത്തെ അറിയാം, ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓടി വരിക. നിങ്ങളോട് എന്ത് പറയണം എന്ന് ആലോചിച്ചുറച്ചല്ല ഞാൻ വരുന്നത്. അപ്പോൾ ഈ വചനമാണ് കർത്താവ് പറയുന്നത്, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഈ വചനമാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്ത, നമ്മൾ ഈ വചനത്തെ നമ്മൾ ധ്യാനിക്കുക, മനനം ചെയ്യുക, ഹൃദയത്തിൽ കൊണ്ടു നടക്കുക. ഒരു ഹൃദയത്തിന്റെ ആനന്ദമായിട്ട്, നമ്മുടെ ആത്മാവിന്റെ ആഭരണമായിട്ട് തിരുവചനത്തെ നമ്മൾ അണിയണം. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ബലഹീനനാണ് എന്ന് പറയരുത്, എന്ന് ചിന്തിക്കരുത്. ഹൃദയത്തിന്റെ തികവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ തികവില് ഒരു ചിന്ത ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നീ വെറും ബാലനാണ് എന്ന്, നീ അബലയാണെന്ന്, നീ ദുർബലനാണെന്ന് നീ പറയരുത്, നീ ചിന്തിക്കരുത്, നിന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത്. കാരണം കർത്താവ് പറയുകയാണ്, വീണ്ടും അവിടുന്ന് പറയുകയാണ്, അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ ഓരോ വാക്കും നമ്മളിങ്ങനെ ഈ കോഴി കൊത്തിപ്പെറുക്കുന്നത് പോലെ എടുക്കണം. ഈ കോഴിയെ കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ കൊത്തിപ്പെറുക്കി നുണഞ്ഞു നോക്കും, എന്നിട്ട് നല്ലത്
അത് എടുക്കും, ബാക്കി അത് കളയും. കുത്തിപ്പെറുക്കി എടുക്കണം ദൈവത്തിന്റെ വചനം. ആ വചനം കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അറിഞ്ഞു. ദ വൺ ഹൂ നോസ് മീ. നിന്നെ അറിയുന്നവനാണ് ദൈവം. നഥാനിയേലിനോട് പറഞ്ഞില്ലേ, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അറിവിലേക്ക് എത്തിപ്പെടുവാൻ നമുക്കെന്ത് മേന്മയാ ഉള്ളത്? ദൈവം പറയുക, ഞാൻ നിന്നെ അറിഞ്ഞു. വെളിപാടിന്റെ പുസ്തകത്തിൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നില്ലേ, ഞാൻ നിന്നെ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, നീ മന്ദോഷ്ണനാണ്. ദൈവം പറയാ, അറിയാം, എനിക്ക് നിന്നെ അറിയാം. അവരുടെ ഹൃദയഗതങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ അവരോട് സംസാരിച്ചു എന്ന് സുവിശേഷകന്മാർ എടുത്തു പറയുന്നുണ്ട്. അറിയുന്നവനാണ് ദൈവം. അറിവുള്ളവൻ മാത്രമല്ല, എന്നെ അറിയുന്നവനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 139 മനോഹരമായിട്ട് സങ്കീർത്തകൻ പറയും, ദൈവമേ നീ എല്ലാം അറിയുന്നു. അതുകൊണ്ടാണ് പത്രോസ്ലിഹ പറയുക, കർത്താവേ നീ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ആകാശത്ത് കൂടുകൂട്ടിയാല് പാതാളത്തിന്റെ അടിത്തട്ടിൽ പോയി ഒളിക്കാമെന്ന് വിചാരിച്ചാലും വചനം പറയാ, അവിടെയും അവിടുന്നുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അറിയുന്നു എന്ന് പറയുന്നത് ഒരാനന്ദമല്ലേ, ഒരാശ്വാസമല്ലേ? കർത്താവിനറിയാം എന്ന് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിന്റെ കണ്ണില് ഒരു കണ്ണുനീര് പൊടിയുന്നില്ലേ? നിന്റെ ഹൃദയത്തില് കനലിന്റെ ചൂട് കുറയുന്നില്ലേ? കാരണം കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീര്, നിന്റെ നിലവിളി, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം, നിന്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളും അറിയാതെ പോകുമ്പോഴും കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ഭാരവും നിന്റെ സങ്കടവും നിന്റെ കടബാധ്യതയും പ്രിയപ്പെട്ടവര് മനസ്സിലാക്കാതെ പോകുമ്പോഴും കർത്താവ് അറിയുന്നുണ്ട്. കേവലം ബാലനാണെന്ന് മാത്രം നീ പറയരുത്. നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു വചനം നമ്മളിൽ നിന്ന് ആഴ്ന്നിറങ്ങട്ടെ. തേനിനേക്കാൾ മധുരമുള്ള കർത്താവിന്റെ വചനം നമ്മെ ഈ കയ്പ് നെല്ലിക്കയെ മധുര നെല്ലിക്കയാക്കി മാറ്റുന്ന അനുഭവത്തിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ, എഴുന്നള്ളി വരണമേ. നിന്റെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ കയ്പുകളെ മധുരിതമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് മധുരിതമായ ലോകത്തിന്റെ സുഖങ്ങളെയും ലോകത്തിന്റെ ആഡംബരങ്ങളെയും കയ്പാക്കിയും നീ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോ നനഞ്ഞിറങ്ങുന്ന കണ്ണുകളും അവിടുന്ന് ഇപ്പോൾ ഒപ്പുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആത്മീയ നിർദ്ദേശവും ഞങ്ങളെ നയിക്കുവാൻ, ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ബെന്നി പാറാണിയച്ഛനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിലെ അന്ധകാരങ്ങളെ നീക്കുന്ന ഈ നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ആരും സഹായിക്കാനില്ലാതെ, ആരും കേൾക്കാനില്ലാതെ, ആരും ഒന്ന് ആശ്വസിപ്പിക്കാനില്ലാതെ ഭാരപ്പെടുന്ന ഹൃദയങ്ങളെയെല്ലാം നിന്റെ തിരുവചനത്തിന്റെ കാവൽ നേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ശക്തിയായി ആവസിക്കട്ടെ. നിന്റെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, തിന്മയുടെ ബന്ധനങ്ങളുടെ കെട്ടുപാടുകൾ മൂലം ഭാരപ്പെടുന്നവർ, ജീവിതം മടുത്തുപോയവർ, നിരാശപ്പെടുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞു പൈതങ്ങളുടെ മധ്യസ്ഥതയിൽ സ്വർഗത്തിന്റെ മാലാഖമാരുടെയും വിശുദ്ധരുടെയും സാന്നിധ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ സമയം, ഈ മണിക്കൂറിൽ കർത്താവെ, തീരാ രോഗങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. പകരം നിന്റെ സ്നേഹവും നന്മയും ആനന്ദവും കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. സഹനത്തിലൂടെ ആത്മധൈര്യവും ആശ്വാസവും ഞങ്ങൾക്കുണ്ടാകട്ടെ. ആത്മശക്തിയാൽ ഞങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ സഹനങ്ങളെ ആത്മധൈര്യമാക്കി പകർത്തുന്ന റോമ 5:4-5 അഭിഷേകം ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ അനുഭവവേദ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അനുഭവിച്ചു പോന്ന കയ്പിന്റെ, ഞങ്ങൾ അനുഭവിച്ചു പോന്ന സങ്കടങ്ങളുടെ എല്ലാ കാലയളവുകളും ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരുകളോട് ചേർത്ത് ഞങ്ങൾ വെക്കുന്നു. സകല വിശുദ്ധരും
സഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തുള്ളികള്, അവരുടെ കണ്ണുനീരുകള്, പങ്കപ്പാടുകള്, കഷ്ടപ്പാടുകളോടൊപ്പം ഞങ്ങളുടെ സഹനങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിടുതലിന്റെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന, സ്വർഗീയ മഹത്വം ദർശിക്കാൻ പറ്റാത്ത, ഉയർപ്പിന്റെ മഹത്വം ദർശിക്കാൻ പറ്റാത്ത വിധം ഞങ്ങൾക്ക് മുമ്പിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന വലിയ കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ സ്വർഗത്തിന്റെ ദൂതന്മാരെ, വെളിപാടിന്റെ ദൂതന്മാരെ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പേ അയക്കണമേ. സ്വർഗത്തിന്റെ ശുശ്രൂഷയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ജെറമ്യായ ദൈവം വിളിക്കുകയാണ്. അവിടുന്ന് അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അറിയുന്ന ദൈവം വിശുദ്ധീകരിക്കുന്നവനാണ്. ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിന്റെ പടിയായി മാറുകയാണ്. അതുകൊണ്ടാണ് കള്ളൻ ഇപ്രകാരം പ്രാർത്ഥിച്ചത്, കർത്താവേ, നീ എന്നെ കൂടെ ഓർക്കണം, എന്നെ കൂടെ ഓർക്കണം, നീ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ഓർമ്മയിലേക്ക് നമ്മളെ ചേർത്ത് വെക്കണം. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസങ്ങളിൽ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മേരിക്കുട്ടി അമ്മച്ചി എന്ന് പറയും, UK നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു എന്ന് എനിക്കറിയാം. മേരിക്കുട്ടി അമ്മച്ചി മുമ്പ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ വന്ന് കടന്നുപോയതാണ്. ക്യാൻസറിനെയൊക്കെ അതിജീവിച്ച് അമ്മച്ചി കടന്നുപോയി. അടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് അമ്മച്ചി ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ UK അവര്. അപ്പൊ സൗദി അറേബ്യയിലെ ആദ്യമായിട്ട് കത്തോലിക്ക പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി സധൈര്യം ഞാനൊക്കെ വരുന്നതിന് മുമ്പ് KCCFK എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഭവനം തുറന്നുകൊടുത്ത ദമ്പതികളാണ് അവര്, അച്ഛൻ കുഞ്ഞച്ചായനും മേരിക്കുട്ടി അമ്മച്ചിയും. അവര് തന്നെയാണ് 2000 അമ്മ ഹോം എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെട്ട് കിട്ടിയ ആ ഭവനം തുറന്നു തന്നത്. അവരുടെ ഭവനം അന്ന് എല്ലാ ചലഞ്ചുകളും ഉണ്ടായിരുന്നപ്പോഴും ഏറ്റവും അധികം ഭീഷണികളും ഭയപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഭവനം തുറന്നു തന്നു. ഇപ്പൊ മേരിക്കുട്ടി അമ്മച്ചി ഇപ്പോഴും UK സെറ്റിൽഡ് ആണ്. അപ്പൊ അമ്മച്ചിക്ക് അടുത്ത ആഴ്ച ഒരു വീഴ്ച ഉണ്ടായി. വീഴ്ച വന്ന ഒരു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, ശരീരം മുഴുവൻ സെപ്സിസ് ആയി കഴിഞ്ഞു. അന്ന് രാത്രി പറയാം, മകൻ ഡോക്ടറാണ്, അവൻ ചൈനയിൽ നിന്ന് ഡോക്ടർ പഠനമൊക്കെ കഴിഞ്ഞവൻ UK പ്രാക്ടീസ് ചെയ്യാൻ അവൻ വന്നിരിക്കുകയാണ്. അപ്പൊ അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവന്റെയും അവന്റെ കൂടെയുള്ള ഡോക്ടേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞ്, അമ്മ കഴിഞ്ഞു, അവസാനിച്ചു, കണ്ണൂരാണ് വീട്, അവിടെ കൊണ്ടുവന്ന് അടക്കിയാൽ മതി എന്നുള്ള ഭാവത്തില് രാത്രി പലരും മെസ്സേജുകൾ എനിക്ക് അയക്കുകയാണ്. ഞാനൊന്ന് മനസ്സൊന്നു, കാരണം ഞാൻ അമ്മച്ചി എന്നാ വിളിക്കുക, മേരിക്കുട്ടി അമ്മച്ചി എന്നാ വിളിക്കുക. എനിക്ക് എൻ്റെ അമ്മയെ പോലെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം കർത്താവിന് വില കൊടുക്കുന്നവരാ, കർത്താവിന്റെ ശുശ്രൂഷക്കും ആത്മാക്കളുടെ രക്ഷക്കും വില കൊടുക്കുന്നവരാ അവരൊക്കെ. അപ്പൊ എൻ്റെ അമ്മയെക്കാളും ഒക്കെ സ്നേഹം ഉണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. വലിയ വിഷമമായി. എനിക്ക് UK പോയി അമ്മയെ ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹം. അന്ന് രാത്രി മുഴമ്പിപ്പിക്കും ഇല്ല എന്ന് പലരും എന്നെ വിളിച്ചു പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ശരീരം മുഴുവൻ സെപ്സിസ് ആയി, ട്യൂമറായി, സ്പൈനിലും ബോണിലും എല്ലായിടത്തും. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, ഒരു സർജറിക്കും സ്കോപ്പില്ല. കാലിലെ ഒടിവ് പോലും, ഫ്രാക്ചർ, അതിന് പോലും ഒരു സർജറിക്ക് സ്കോപ്പില്ല. ഇനിയിപ്പോ മുന്നോട്ടൊന്നുമില്ല. മകൾ ഓസ്ട്രേലിയയിലാണ്. അവൾ ഉടൻ തന്നെ ആ രാത്രി പുറപ്പെട്ട് പിറ്റേ ദിവസം വന്നു. എന്തിനധികം പറയണം, അമ്മച്ചി ആ രാത്രി അതിജീവിച്ചു. പിറ്റേ ദിവസം ഡോക്ടേഴ്സ് വന്ന് കണ്ടു പറഞ്ഞു, സർജറി ചെയ്യാമെന്ന് തോന്നുന്നു, നോക്കാം. 2 ദിവസം കഴിഞ്ഞ് ഒരു സർജറി എമർജൻസി ലെവലിൽ നടത്തി. അനസ്തേഷ്യ കൊടുത്ത അമ്മച്ചി ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോധത്തിൽ വന്നു, എഴുന്നേറ്റിരുന്നു. ഞാൻ ആ വീഡിയോ പലർക്കും ഷെയർ ചെയ്തു, സംസാരിക്കാൻ തുടങ്ങി. യാതൊരു കുഴപ്പവുമില്ല. ഇപ്പൊ ഏകദേശം 2 ആഴ്ച കാലമായി. അന്ന് ഞാൻ ഈശോ തമ്പുരാനോട്, എൻ്റെ അപ്പച്ചനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പച്ച, നിനക്കെല്ലാം സാധ്യമാണ്. ഞാൻ ഈ പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി ഈ കഥ പറഞ്ഞേ. നിനക്കെല്ലാം സാധ്യമാ. നീ മേരിക്കുട്ടി അമ്മച്ചി ഒന്ന് ഓർത്താൽ മതി, ഒന്ന് ഓർത്താൽ മതി. കർത്താവേ, നിന്റെ സ്നേഹിതൻ ഇവിടെ വേദനിക്കുന്നു, മരണത്തോട് മല്ലടിക്കുന്നു, അല്ല മരിച്ചു കഴിഞ്ഞു, ഒന്നോർത്താ മതി.
സ്നേഹിതനെ, കർത്താവ് ഓർത്താൽ മതി, ആ മരണം പോലും മഹത്വമായിട്ട് മാറും. മരണത്തെ മഹത്വീകരിക്കുന്നവനാണ് കർത്താവ്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ഒരു വലിയ ഡെലിവറൻസ് അവിടെ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അമ്മച്ചി പെട്ടെന്ന് റിക്കവറായി. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കിപ്പോഴും അറിയില്ല. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് കാരണം ഞാനും ജോലിയിൽ തിരക്കായി, അവിടെയും കാര്യങ്ങൾ വിളിച്ചു ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലല്ലോ, ആശുപത്രിയിലാണല്ലോ. എങ്കിലും മറ്റൊരു കാര്യം എനിക്കൊരു ബോധ്യമുണ്ട്, എൻ്റെ അപ്പച്ചൻ എന്നെ ഒന്ന് ഓർത്താൽ മതി. ഇപ്പോ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, എന്നെ കർത്താവ് ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർമ്മിപ്പിക്കുക, കർത്താവേ എന്നെ നീ ഒന്ന് ഓർക്കണമെന്ന് പറയാം. കർത്താവ് അറിയുന്നുണ്ട്, കർത്താവ് നമ്മെ അറിയുന്നുണ്ട്. പക്ഷെ ഇടക്കിടക്ക് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ. അതുകൊണ്ടാ ഈശോ പറയുന്നത്, എൻ്റെ നാമത്തിൽ. അതിന് ഈശോ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ. ആർക്കെങ്കിലും പറയാവോ ബാക്കി? എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാൽ ഞാനത് തരും. എന്നാൽ തെറ്റി. അവിടെ ഈശോ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ 2 പേര് ഹൃദയ ഐക്യത്തോടുകൂടെ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ അവനത് നൽകും എന്നാണ് ഈശോ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയാണ്, നിങ്ങൾ 2 പേര് എൻ്റെ നാമത്തില് പിതാവിനോട് ചോദിച്ചാൽ അത് നൽകും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് നമ്മള് മനസ്സിൽ ചിന്തിക്കുക. എന്താണ്? നമ്മൾ 2 പേര് ചോദിക്കണം, ഹൃദയത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ചോദിക്കണം. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഏകദേശം 23ഓളം പേരുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ചോദിക്കുക, ഹൃദയത്തിന്റെ ഐക്യത്തിൽ. എന്ന് പറഞ്ഞാൽ അവിടെ വെറുപ്പ് പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല. ഇന്നത്തെ വചനം നമ്മൾ വീണ്ടും അവിടേക്ക് പോവുകയാണ്. വചനം പറയുകയാണ്, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ നിയോഗിച്ചു, വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. 3ാമത്തെ സ്റ്റെപ്പ്, ആദ്യം കർത്താവ് നമ്മെ ഓർമ്മിച്ചു, നമ്മളെ അറിഞ്ഞു. 2ാമത് നമ്മളെ വിശുദ്ധീകരിച്ചു. 3ാമത് നമ്മളെ നിയോഗിച്ചു. നിയോഗം ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. വി ആർ കോൾഡ് ആൻഡ് പ്യൂരിഫൈഡ്, സാന്റിഫൈഡ് ഫോർ എ പർപ്പസ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം ഒരു ചാക്രിക ലേഖനം എഴുതിയത്, ബാപ്റ്റൈസ്ഡ് ആൻഡ് സെന്റ്. വി ആർ ബാപ്റ്റൈസ്ഡ് ആൻഡ് സെന്റ്. ആശീർവദിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്നാനം നൽകി നമ്മളെ നിയോഗിക്കപ്പെട്ടവരാണ്, നമ്മൾ അയക്കപ്പെട്ടവരാണ്. ഇതാണ് ഓരോ ക്രിസ്ത്യാനികളും. നമ്മൾ ഓരോരുത്തരെയും ദൈവം അറിഞ്ഞു, നമ്മളെ വിശുദ്ധീകരിച്ചു. ഇനി അടുത്ത ഘട്ടമാണ് നിയോഗിക്കപ്പെട്ടവരാണ്. ഇനി നിയോഗത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, എന്താണ് എൻ്റെ നിയോഗം? നമ്മുടെ പ്രശ്നം, നമുക്ക് ചുറ്റുമുള്ള ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ കറങ്ങി കളിക്കുക. എന്തൊക്കെയാണ് നമ്മുടെ വിഷയങ്ങള്? LTS പാസ്സാകണം. ഇപ്പൊ അടുത്ത പുതിയൊരു ട്രെൻഡ് ആണല്ലോ, വീട് വെക്കണം, മക്കളെ കെട്ടിക്കണം. ഇതാണോ നമ്മുടെ നിയോഗം? ദൈവത്തിന്റെ നിയോഗം എന്താണ്? വിശുദ്ധീകരിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്കെങ്കിലും പറയാമോ? കർത്താവ് വിശുദ്ധീകരിച്ചു, നിയോഗിച്ചു. ഈ വിശുദ്ധീകരണം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം എന്തിനാണ് എന്നെ വിശുദ്ധീകരിച്ചത്? എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചോദിക്കാം. ഞാൻ തന്നെ പറയാമെന്ന് കരുതുന്നു. പറയാം. ഈശോയുടെ സ്വന്തമാക്കാൻ, സുവിശേഷ വേലയ്ക്ക്, സാക്ഷ്യത്തിന് കർത്താവ് സാക്ഷ്യം കൊടുക്കും. ഓക്കെ, കുറച്ചുകൂടെ മനോഹരമായിട്ട് പറഞ്ഞാല് വെളിച്ചമാക്കാൻ. അതാണ് നമ്മളൊരു പാട്ട്, വിളിച്ചുവെന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി ശോഭിക്കാൻ. വിളിച്ചുവെന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി ശോഭിക്കാൻ. ഒളി വിതറും നൽ തെളിവചനം എളിയവനെ പോഷിക്കും.
ഒളിവിതറും നൽ തെളിവചനം തിരുവചനം എളിയവനെന്നും ഘോഷിക്കും. എളിയവനെന്നും ഘോഷിക്കും. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഒന്ന് ഹൃദയത്തിൽ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, വിളിച്ചു എന്നെ വെളിച്ചമാക്കി. ഇതാണ് നിയോഗം. വെളിച്ചമാകാനുള്ള നിയോഗമാണ് ക്രിസ്ത്യാനിക്കുള്ളത്. വെളിച്ചമായില്ലേൽ പിന്നെ നമുക്ക് യാതൊരു ഗുണമില്ല. വെളിച്ചമാകുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ വെളിച്ചമാകുക, ക്രിസ്തുവിന്റെ മെഴുതിരി നാളമാകുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു വലിയ സംശയമായിരുന്നു ഈ വെളിച്ചമാകുന്നതിനെ പറ്റി. ക്രിസ്തുവാണ് പ്രകാശം. പക്ഷെ നമ്മെ ഓരോരുത്തരെയും യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൽ നാം കണ്ട് നമ്മെ അവിടുന്ന് വെളിച്ചമായിട്ട് നിയോഗിച്ചിരിക്കുക. നാം വെളിച്ചമായിട്ട് പോകണം, വെളിച്ചം പകരുന്നവനാകണം. നമുക്കൊക്കെ പരാതിയുണ്ട്, അയ്യോ എൻ്റെ ചാച്ചൻ മദ്യപാനത്തില, എൻ്റെ ബ്രദറ്, എൻ്റെ സഹോദരൻ തിന്മേല, എൻ്റെ മക്കള് പാപകരമായ ബന്ധത്തില, അയ്യോ ബ്രദറെ അച്ഛാ പ്രാർത്ഥിക്കണം, അയ്യോ പ്രശ്നങ്ങളാണ്, മൊത്തം അന്ധകാരമാണ്, അന്ധകാര ബന്ധനത്തിലാണ്. ഈശോ എന്നോട് ഈ പരാതി എനിക്കുണ്ടായിരുന്നു. ഈ പരാതി ഞാൻ ഒരുപാട് അവലാതിപ്പെട്ട് കരഞ്ഞിരുന്നപ്പോ കർത്താവ് മോശയോട് ചോദിച്ച പോലെ എന്നോട് ചോദിച്ചു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ജനത്തെ പ്രതി, ഈ സഹോദരങ്ങളെ പ്രതി, കുടുംബത്തെ പ്രതി, ബന്ധുക്കളെ പ്രതി, കൂട്ടുകാരെ പ്രതി ഞാൻ കരയണ്ടേ? ഞാൻ പ്രാർത്ഥിക്കണ്ടേ? കർത്താവ് പറഞ്ഞു, കരച്ചിൽ നിർത്ത. മോശയോട് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞു, നിന്നിലെ വെളിച്ചം എന്തേ? അവന്റെ അന്ധകാരം, അവളുടെ അന്ധകാരം മാറ്റാൻ നിന്റെ വെളിച്ചം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ജൻസ, നിന്റെ വെളിച്ചം എവിടെ? നിന്റെ സഹോദരന്റെ അന്ധകാരം നിനക്ക് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ, അവന് വെളിച്ചം പകരാൻ നിന്റെ വിളക്കിന് പറ്റുന്നില്ലെങ്കിൽ നിന്റെ വിളക്കിന്റെ കുഴപ്പമല്ലേ? കാരണം അന്ധകാരം വെളിച്ചമുള്ളിടത്ത് വാഴില്ല. അന്ധകാരം വഴിമാറി തരണം. അവന്റെ അന്ധകാരം അവനെ വിട്ടു പോകുന്നില്ലെങ്കിൽ എന്റെ വെളിച്ചം പോരാ. എന്റെ സഹോദരനെ പ്രകാശിപ്പിക്കാൻ, എന്റെ സഹോദരിയെ പ്രകാശിപ്പിക്കാൻ എന്റെ വെളിച്ചം പോരാ. അതെന്റെ കുഴപ്പമാണ്. ഈ ബോധ്യം പരിശുദ്ധാത്മാവ് തന്നു. ഞാൻ അതിനുശേഷം പിന്നീട് ആരുടെ പരാതി പറഞ്ഞിട്ടില്ല. എന്റെ സഹോദരന്റെ, സഹോദരിയുടെ ഞാൻ പറയും, കർത്താവെ എന്നെ ജ്വലിപ്പിക്കണം, എന്നെ പ്രകാശിപ്പിക്കണം. എന്റെ വെളിച്ചം കണ്ട് എന്റെ സഹോദരങ്ങള് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ തിരുമുഖം കാണും. ഞാൻ അവർക്ക് വെളിച്ചമാകണം, അവരുടെ വഴിയിൽ വെളിച്ചമാകണം, അവരുടെ അന്ധകാര പ്രവൃത്തികളിൽ ഞാൻ വെളിച്ചമായി മാറുന്ന അഭിഷേകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. ഈശോ പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ്. ഇപ്പോ എനിക്ക് ഒരു പരാതി അച്ഛന്മാരെ പറ്റിയില്ല, കന്യാസ്ത്രീകളെ പറ്റിയില്ല, എൻ്റെ ഇടവക വികാരിയെ പറ്റിയില്ല, എൻ്റെ കൂട്ടായ്മയിലുള്ളവരെ പറ്റിയില്ല, എൻ്റെ സഹോദരങ്ങളെ പറ്റിയില്ല, എനിക്ക് എൻ്റെ ഭാര്യയെ പറ്റിയില്ല, മക്കളെ പറ്റിയില്ല. കാരണം ഞാനൊരു നല്ല അപ്പനല്ല, ഞാൻ നല്ലൊരു ഭർത്താവല്ല, ഞാൻ നല്ല ഒരു സഹോദരനല്ല. എൻ്റെ പ്രകാശം അവരെ പ്രകാശിപ്പിക്കാൻ ഉതകുന്നില്ലെങ്കിൽ, അവരിലെ കരിക്കട്ടയെ ജ്വലിപ്പിക്കാൻ എന്നിലെ തീക്കനൽ അഭിഷേകത്തിന്റെ ചൂടിന് പറ്റുന്നില്ലെങ്കിൽ അതെന്റെ അഭിഷേകക്കുറവാ. പയ്യെ പറയേണ്ട കാര്യമല്ല, ഇതാണ് സത്യം. അതുകൊണ്ട് എനിക്കിപ്പോ പരാതിയില്ല. എനിക്കിപ്പോ ആരെ പറ്റിയും എനിക്ക് ആ പരാതി എന്ന് അവസാനിപ്പിച്ചു കർത്താവ്. വളരെ അടുത്ത കാലങ്ങളിലാണ് കേട്ടോ സംഭവിച്ചു. ഏകദേശം ഒരു വർഷക്കാലമായിട്ടുണ്ടാകും കൃത്യം. എന്നെ ഈശോയോട് പറയും, ഈശോ എന്നെ ജ്വലിപ്പിക്കേ, എന്നെ ഒന്ന് പൊലിപ്പിക്കേ, ഞാൻ ജ്വലിക്കട്ടെ, ഞാനൊന്ന് പ്രകാശമായി മാറട്ടെ. എന്നിലെ ഞാൻ ഇല്ലാതായി എന്നിൽ ക്രിസ്തു പൂർണ്ണമായും രൂപാന്തരം പ്രാപിക്കുമ്പോഴത് സംഭവിക്കുകയുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. എപ്പോഴാണ് താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടത്, അതുപോലെ ഈശോ എന്നിൽ രൂപാന്തരപ്പെട്ടാൽ മാത്രമേ ഞാൻ ഇല്ലാതായി
ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്ത് ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന തിരുവചനം പോലെ മാറിയാൽ മാത്രമേ മാറ്റങ്ങള് കുടുംബത്തിൽ സംഭവിക്കൂ. ഹല്ലേലൂയ. ഒരു പരാതിയും വേണ്ട. ഇന്നു മുതൽ പ്രാർത്ഥിച്ചോ, കർത്താവേ എന്നെ നീ എരിയിക്കണം. നമ്മൾ എരിയണം, നമ്മൾ സഹിക്കേണ്ടി വരും. ഒരു മെഴുകുതിരി പോലെ. ഇനി വെളിച്ചം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വെളിച്ചം വരില്ല, ചുമ്മാതെ ഒരു വെളിച്ചവും വരികയില്ല. വെളിച്ചത്തിന് എരിയണം. വെളിച്ചത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ, വെളിച്ചത്തിന്റെ ആ റിസോഴ്സ് എവിടെ നിന്നാണെങ്കിലും അത് എരിയണം. സൂര്യനാണെങ്കിൽ സൂര്യൻ എരിയണം, വിളക്കാണെങ്കിൽ വിളക്കെരിയണം, മെഴുകുതിരി ആണെങ്കിൽ മെഴുകുതിരി എരിയണം. ഒരു പ്രകാശത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് എരിച്ചിലാണ്, സഹനമാണ്. ഞാൻ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാകുമ്പോൾ എന്നിൽ വെളിച്ചം ഉണ്ടാകും. ഞാൻ കത്താതെ, ഞാൻ ജ്വലിക്കാതെ, ഞാൻ വിട്ടുകൊടുക്കാതെ, ഞാൻ സമർപ്പിക്കാതെ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും കൊടുത്താൽ മാത്രമേ കത്തുള്ളൂ. വിശുദ്ധീകരണം നടക്കും. ഇനി ശ്രദ്ധിക്കുക, വിശുദ്ധിയുള്ളിടത്തെ ശുദ്ധിയുള്ള എണ്ണ ഉണ്ടെങ്കിലേ അത് കത്തുള്ളൂ. ഒരു മെഴുകുതിരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ കത്തില്ല, എണ്ണയിൽ വെള്ളം ഉണ്ടെങ്കിൽ കത്തില്ല. എങ്ങനെ അത് കത്തുന്നേ? വിശുദ്ധീകരണം. അത് കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കും. അതൊക്കെ കർത്താവിന്റെ ജോലിയാ. അവിടം വരെ കർത്താവ്. പിന്നെ ഉള്ളത് നമ്മുടെ ജോലിയാ. എരിയാൻ നമ്മൾ അനുവദിക്കുക, എരിയാൻ നമ്മൾ സമർപ്പിക്കുക. പരാതി പറയരുത്. എരിച്ചിൽ ഇനി തുടങ്ങും. നിങ്ങൾ പ്രകാശിക്കൂടണം എന്ന് പറയുമ്പോൾ ചുമ്മാ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ LED ബൾബ് കത്തുന്ന പോലെ അല്ല. നമ്മള് സഹനത്തിനായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ പയ്യെ പയ്യെ നമ്മളിങ്ങനെ വിറകുള്ളി പോലെ മാറും. നമ്മളെ കത്തിക്കാൻ തുടങ്ങും കർത്താവ്. പക്ഷേ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി പൊള്ളലേൽപ്പിക്കുന്ന അഗ്നിയല്ല. സഹനത്തിന്റെ തീച്ചൂളയിൽ നിൽക്കുമ്പോഴും നമ്മുടെ ആത്മാവിന് കോട്ടം തട്ടുകയില്ല, പൊള്ളലേൽക്കുകയില്ല. ജോബിന്റെ പുസ്തകത്തിൽ ഉള്ളതുപോലെ പുറമേ ഉള്ളതെല്ലാം കത്തും, ജഡികത എല്ലാം കത്തും, ഭൗതികത എല്ലാം കത്തും, മാനസിക സന്തോഷങ്ങളെല്ലാം കത്തും. ആത്മാവ് ജ്വലിക്കും. ആത്മാവിന് ഒരിക്കലും ഒന്നിനും ആത്മാവിനെ തൊടാൻ പറ്റിയില്ല. ഇതാണ് ഗ്യാരണ്ടി. നമ്മുടെ ആത്മാവ് ഇൻടാക്റ്റ് ആയിരിക്കും. ആത്മാവ് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തപ്പെടും. ഇതാണ് ഈ സഹനത്തിന്റെ പ്രത്യേകത. കർത്താവിന്റെ പലപ്പോഴും പല ആൾക്കാരെ ഒരുപാട് സഹിക്കുന്നവരാ. ചില അമ്മമാര്, പ്രത്യേകമായിട്ട് സ്ത്രീകള് ഒരുപാട് സഹിക്കും, ഇല്ലേ? ഇത് പറയുമ്പോൾ നിങ്ങളിപ്പോ സഹനം, അയ്യോ ബ്രദറെ സഹനവേ ഉള്ളൂ. പക്ഷെ ആത്മാവിനെ കോട്ടം വരുത്തുന്ന സഹനമുണ്ട് ചിലത്. ഈ സഹനമൊക്കെ സഹിക്കുമ്പോഴും നമ്മൾ എന്താ പറയാ, അവൻ എന്നെ വഞ്ചിച്ചു, ആളെന്നെ കുഴി ചാടിച്ചു, ആ വ്യക്തി കാരണമാണ് ഈ എന്റെ ജോലി പോയത്, അവള് കാരണമാണ്. അവക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല ആത്മാവില്. ഈ ദുരന്തവും ദുരിതവും ഈ കല്യാണത്തോടുകൂടി ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഇയാളെ കെട്ടി അല്ലെങ്കിൽ ഇവളെ കെട്ടിയതോടുകൂടെയാ, അല്ലെങ്കിൽ ഇതുപോലൊന്നിന് ജന്മം കൊടുത്തതോടുകൂടെയാണ് എന്ന് നമ്മൾ എപ്പോ ചിന്തിക്കുന്നു, ആ സഹനമല്ല ഞാൻ പറയുന്നേ. ആ സഹനം അത് സഹനമല്ല, അത് ആത്മീയ സഹനമല്ല. വേദനയും ദുഃഖവും കണ്ണുനീരും ഒക്കെ ഉണ്ട്. അത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ കാണും. ഈ സഹനങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പാപത്തിന്റെ ഒരു പരിണിത ഫലമാണ്. ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ തിന്മയുടെ അതെല്ലാം നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ മനസ്സിലാക്കുക, ആ സഹനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നേ. സ്വയം സമർപ്പിച്ചു കൊടുത്ത് പരിശുദ്ധ കന്യാമറിയത്തെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുക. അമ്മ മാതാവ്, നമ്മൾ വിചാരിക്കും മാതാവ് ഈശോ രക്ഷകന്റെ അമ്മയായിട്ട് അങ്ങ് സ്വീകരിച്ചതോടുകൂടെ അമ്മ അങ്ങ് മഹത്വീകരിക്കപ്പെട്ടു, പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന് ഒരൊറ്റ ഉദാഹരണം പറയാം. മാതാവ് ഒരു ബലഹീനയായ സ്ത്രീ ആയിരുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ദേവാലയത്തിൽ വെച്ച് ഉണ്ണിമിശിഹായെ കാണാതെ പോകുമ്പോൾ ആകുലപ്പെട്ട് നടക്കുന്നത്. അമ്മ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കുഞ്ഞെ, നീ ഞങ്ങളെ വിഷമിപ്പിച്ചത് എന്തിന്? എന്താ പറഞ്ഞേ? ഒന്ന് പറയാവോ? അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. ലൂക്ക 2:48. അവനെ കണ്ടപ്പോൾ എല്ലാവരും
അവന്റെ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാൻ ഉത്കണ്ഠയോടുകൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അപ്പൊ മാതാവ് നല്ല ഫ്രീ വുമൺ ആയിരുന്നു. അല്ല, ഷി വാസ് കൺസിഡറബിളി വേസ്ഡ് അപ്പോൺ അതേഴ്സ് ട്രബിൾസ് എന്നാ പറയുക, എന്നാ മനസ്സിലാക്കുക. മറിയത്തിന്റെ ഒരു മുഴുവൻ ലൈഫ് നമ്മൾ വായിച്ചാൽ, വരികൾക്കിടയിലൂടെ വായിച്ചാൽ തിരുവചനത്തിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അവളെ കണ്ടപ്പോ ഷിമയോൻ അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? വണ്ടർഫുൾ, ഹെയിൽ മേരി, ഫുൾ ഓഫ് ഗ്രേസ് എന്നാണോ പറഞ്ഞേ? അല്ല. എന്താ പറഞ്ഞേ? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇന്നിവിടെ വന്നിരിക്കുന്നു, ഞാൻ പേരൊന്നും പറയുന്നില്ല, അബദ്ധത്തിലെങ്ങാനും പറഞ്ഞു പോയാല്, ഇത്രയും അധികം ആൾക്കാരുണ്ട്, 32ഓളം പേര്, ഒരാളോട് പറയുക, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ഞാൻ ഇങ്ങനെ പേരെടുത്തിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരും എന്നെ തല്ലാനെന്ന് ഞാൻ കരുതുന്നേ. അത് പോട്ടെ, തല്ലാനൊന്നും വന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കത്തില്ലേ? കാലങ്ങളോളം ഇത് കിടക്കത്തില്ലേ? അപ്പൊ മറിയം ഒരു ബലഹീന കഥാപാത്രമാണ് ബൈബിളിലുടനീളം നമ്മൾ കാണുന്നത്. നമ്മൾ മറിയത്തെ അങ്ങ് ഒരുപാട് വർണ്ണിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ പറയാൻ സുഖമാ. പക്ഷെ അന്ന് മറിയം കടന്നുപോയ ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മളൊന്ന് മനനം ചെയ്താൽ, ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും അവളുടെ ജീവിതം മുഴുവനും സഹനമാണ്. ഓരോ മണിക്കൂറും ഓരോ നിമിഷവും സഹനമാണ്. ആ ബലഹീനത നിറഞ്ഞ ശരീരത്തിലും മനസ്സിലുമാണ് അവൾ ഇതെല്ലാം താങ്ങിക്കൊണ്ടിരുന്നത്. ഒരു അമ്മയാണ് അവള്, ഒരു ഭാര്യയാണ് അവളൊരു കർത്താവിന്റെ ദാസിയാണ്. നമുക്ക് ഇതിൻ്റെയൊക്കെ സമ്മർദ്ദം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മാതാപിതാക്കള് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. മക്കളെക്കുറിച്ചുള്ള ചിന്ത, ഭർത്താവിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത, മക്കളുടെ ഭാവി, കടങ്ങള്, ഭർത്താവിന്റെ ജോലി മേഖല, അങ്ങനെയൊക്കെ എത്രയോ സമ്മർദ്ദങ്ങളിലാണ് നമ്മൾ അനുദിനം കടന്നു പോകുന്നത്. അവിടെ ഒന്നും ഈശോ മിശിഹ അത്ഭുതം ചെയ്ത് മറിയത്തിനെ സ്വാന്തനിപ്പിക്കുന്നതായിട്ട് ഒരു സംഭവം പോലും ഇല്ലല്ലോ. ഏതെങ്കിലും ഒരിടത്ത് മറിയത്തിന് ഒരു പ്രത്യേകമായ സ്ഥാനം കൊടുത്ത് അവളെ അകറ്റി നിർത്തുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ പിന്നെയും കാണും. നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് ഈശോയും മറിയവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ആത്മീയമായ നമ്മുടെ ആത്മീയതയിൽ കാണുന്ന തരത്തിലുള്ള എന്തെങ്കിലും, ഇപ്പോ പലരും പറയാ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അത്ഭുതം നടന്നു. അയ്യോ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മറിയത്തിന്റെ ജീവിതത്തിൽ ദൈവം അല്ലെങ്കിൽ പുത്രൻ തമ്പുരാൻ ഒരു അത്ഭുതം ചെയ്ത് അവളെ സ്വാന്തനിപ്പിച്ചതായിട്ട്, അവൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത് സ്വാന്തനിപ്പിച്ചതായിട്ട് ഒരിടത്തും കാണുന്നില്ല. പിന്നെയോ നമ്മൾ കാണുന്നത് ഈ മറിയത്തെ പച്ചയായിട്ട് കാൽവരി കുരിശിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവിടെ അവളെ ഒഴിവാക്കുന്നില്ലല്ലോ. മറിയത്തെ ആ കാൽവരിയുടെ ഞാൻ കാലിത്തൊഴുത്തൊക്കെ ഒഴിവാക്കുകയാണ്, കാലിത്തൊഴുത്തൊക്കെ അങ്ങ് മറക്കാം. പക്ഷെ കാൽവരിയില് മറിയത്തിന്റെ ആവശ്യം എന്തായിരുന്നു? കാൽവരിയിൽ മറിയത്തിന്റെ ആവശ്യം എന്തായിരുന്നു? പുത്രന്റെ ബലി മാത്രം പോരെ. ആ പുത്രന്റെ ബലി ആ മറിയത്തെ കാണിച്ച് അവളുടെ ചങ്കിലൂടെ ഇത്രയും വലിയൊരു വേദന കുത്തി ഇറക്കണമെന്ന് ദൈവം എന്തുകൊണ്ട് തീരുമാനമെടുത്തു? വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ മറ്റൊരു മറുപുറമുണ്ട്. അവളെ വേട്ടയാടുന്ന ഒരു സർപ്പം, ഈ വേട്ടയാടുന്ന സർപ്പം മറിയത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. മറിയത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അന്നയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ വേട്ടയാടുന്ന സർപ്പം മറിയത്തിന്റെ പിന്നാലെയുണ്ട്. എവിടം വരെ ഉണ്ടെന്നറിയോ? അവളുടെ ജീവിതാവസാനം വരെയുണ്ട്. അവള് സ്വർഗാരോപിതയാകുന്നത് വരെയുണ്ട്. ആ നിമിഷം വരെയും അവളെ അന്വേഷിച്ച് അവൾ നടക്കുക. ഇന്നും ഉദരഫലങ്ങളെ അന്വേഷിച്ച് ഈ ദുഷ്ടസർപ്പം ഇന്നും നടക്കുക. നമ്മൾ ഈ കൂട്ടായ്മയുടെ പ്രത്യേകത അതാണല്ലോ.
ഓരോ കുഞ്ഞിനെയും ഉദരഫലങ്ങളിൽ ദൈവത്തിന്റെ കൃപയാല് രൂപം കൊള്ളുന്ന ഓരോ കുഞ്ഞിനെയും ജനിക്കുന്നതിന് മുമ്പേ അവൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വചനത്തിൽ പറയും, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ദൈവം പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കണം. ഈ ജനിക്കാൻ പോകുന്ന ശിശുവിന് വേണ്ടി ദൈവം മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ മുന്നൊരുക്കങ്ങളെ തകർക്കാൻ സാത്താനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് ലോകത്തിലെ അശുദ്ധിയുടെ ഒക്കെ പ്രത്യേകത. അതാ ഇന്ന് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും വിലപേശലും സ്ത്രീധനവും ഭൗതികമായ ജഡികമായ അഭിലാഷങ്ങളും സിനിമയും മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മുടെ കണ്ണുകളെ ത്രസിപ്പിച്ച് ആ ഫലത്തെ പിടിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ഈ നടക്കുന്നത്. ഒരു കുഞ്ഞിനെ ആത്മാവിൽ ജനിപ്പിക്കുന്നവരിന്ന് തുലവും തുച്ഛമാണ്. ഇല്ലെന്ന് തന്നെ പറഞ്ഞാലും അതിശയോക്തിയൊന്നുമില്ല. കുഞ്ഞുങ്ങളെ ആദ്യം മാതാപിതാക്കളെ ഹൃദയത്തിൽ ജനിപ്പിക്കണം, പ്രാർത്ഥനയിൽ ജനിപ്പിക്കണം. പക്ഷെ ഇന്ന് ആഡംബരവും ഭൗതികതയും സാമ്പത്തികവും ഒക്കെ നമ്മൾ അശുദ്ധരാ. സത്യത്തില് എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എനിക്ക് സമയമുണ്ടോന്നറിയില്ല, സമയം തീരുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ തിന്മ എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഭാഷയിലെ മദ്യപാനം, മദ്യാസക്തി, ആസക്തി, സ്ത്രീകളുമായി അല്ലെങ്കിൽ വ്യഭിചാര ദുർഭൂതം, ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം, സാത്താൻ ഓരോ കുഞ്ഞിനെയും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള പ്ലാനുകളുമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അവന് ഒരു വിധത്തിൽ അതിലൊക്കെ വിജയിച്ചിരിക്കുക. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇപ്പൊ വേണ്ട, ഉള്ളതിനെ അങ്ങ് നഷ്ടപ്പെടുത്താല്ലേ, നമുക്ക് കളയാം, പിന്നെ നമുക്കാകാം എന്നൊക്കെയുള്ള ചിന്തയും തീരുമാനവും ഈ ഭൗതികത വർദ്ധിച്ച് പ്ലാനിങ്ങും ഫാമിലി പ്ലാനിങ്ങും ഫ്യൂച്ചർ ഒക്കെ ചിന്തിച്ച് സൗന്ദര്യം, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം സാത്താൻ കൊടുക്കുന്ന ഭയമാണ്. സാത്താന്റെ പ്രത്യേകത ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ്. അപ്പൊ അവൻ ഓരോ ഭയങ്ങൾ തരും. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിനായിട്ട് മാതാപിതാക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. 37 വയസ്സുണ്ട്. കാര്യങ്ങൾ ചോദിച്ചു. അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എഞ്ചിനീയറാണ്, നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വിവാഹം ചെയ്യണ്ട. അപ്പം മാതാപിതാക്കൾ ഒറ്റ മകളുമാണ്. അവരുടെ വലിയൊരു വിഷമം അവരെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, വൈ ഷുഡ് ഐ മാരി? അവള് ഒരു പെർസെപ്ഷനിലേക്ക് വന്നിരിക്കണേ, കല്യാണം എന്തിനാ, വിവാഹം എന്തിനാ, കഴിച്ചിട്ട് എന്തിനാ, ഇതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു എൻ്റെ ഉത്തരം എന്തായിരിക്കും എന്ന് നമുക്കറിയാം. ആ ഉത്തരത്തിനുള്ള മറുപടി അവളുടെ കയ്യിലുണ്ടെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഉത്തരം ഞാനല്ല പറയേണ്ടത്, നീ ദൈവത്തോട് ചോദിച്ച് ദൈവം നിനക്ക് മറുപടി. അപ്പോൾ അവള് അടുത്ത ചോദ്യമായി, ദൈവം അങ്ങനെ മറുപടി? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നീ ദൈവമുണ്ട്, അത് അവൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു നീ ദൈവമായിട്ട് സംവദിക്കുക, ഇപ്പോഴൊന്നും ഉത്തരം തേടണ്ട, ഒരു മാസക്കാലം കൊടുത്തിരിക്കുക. ഇത് ആയിരങ്ങളിൽ ഒന്നിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരുപാട് അനവധി കേസുകൾ ഇന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും, ഞാനിതൊരു ആത്മീയ കൂട്ടായ്മയാണെന്നുള്ള ചിന്തയിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്ക് ചുറ്റും സ്വർഗീയ വേലി കെട്ടണം. കാരണം നമ്മളെ ലാക്കാക്കിയിരിക്കുന്ന, നമ്മളെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ദുഷ്ടശക്തികളുടെ ഒരു വലിയ സൈന്യ വ്യൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ശിശുവിനെ ലക്ഷ്യമാക്കി വന്ന ആ ഹെറോദിന്റെ സൈന്യം പോലെ, വെളിപാട് 12 ആ സൈന്യം പോലെ, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ശിശുവിനെ ലക്ഷ്യം വെക്കുന്ന, ഇന്നും എന്നും എപ്പോഴും ഇനി മനുഷ്യകുലം ഉണ്ടാകുന്നത് വരെയും നിലനിൽക്കുന്നവരെയും ഈ തിന്മയുടെ ശക്തി, ഈ അരാജക ശക്തി ഓരോ കുഞ്ഞിനെയും ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. ഒരു പുസ്തകം എഴുതണം, ആർട്ട് ഓഫ് പേരന്റിങ്. മാതാപിതാക്കൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നുള്ളത്. നിങ്ങൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ സമയം അവസാനിക്കുന്നു എന്നുള്ള ഭയത്തിലാണ് ഞാനിത് പറയുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ അധികവും മാതാപിതാക്കളാണ് എന്നുള്ള അറിവിലും ചിന്തയിലുമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എഞ്ചിനീയേഴ്സ് ആക്കാൻ, ഡോക്ടേഴ്സ് ആക്കാൻ, അച്ഛനാക്കാൻ, കന്യാസ്ത്രീ ആക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കാനാണല്ലോ ഇപ്പോഴവരെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരൊറ്റ ചോദ്യം, നിങ്ങൾ എത്ര മാതാപിതാക്കള് അവരെ വിശുദ്ധരാക്കാനെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്കൊരു ജനറൽ ഇത് അച്ഛന്മാരായാലും കന്യാസ്ത്രീ ആയാലും അൽമായനായാലും വിശുദ്ധനാകണം എന്നുള്ള ദൈവ നിയോഗമാണ്, വിളിയാണ്. ഞാനും നിങ്ങളും എല്ലാം വിശുദ്ധരാകണം.
പക്ഷെ എത്ര പേര് നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു അമ്മയാകാൻ നിങ്ങൾ അവരെ എത്ര പേര് ട്രെയിൻ ചെയ്യുന്നുണ്ട്? നിങ്ങൾ എത്ര പേരെ കോളേജിൽ വിടുന്നുണ്ട് നല്ലൊരു അപ്പനാകാൻ, അമ്മയാകാൻ? നമ്മുടെ സഭയില് മാരേജ് കോഴ്സിന് വിട്ട് പരിപാടി ഒപ്പിക്കുന്ന കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 3 മാസം കൊണ്ടോ ഒന്നും ഒരു നല്ല ഭർത്താവാകാൻ, ഭാര്യയാകാൻ ഒന്നും പറ്റുകയില്ല. അവരെ ഉദരത്തിൽ ആയിരിക്കുന്ന നിമിഷം മുതൽ ഞാൻ പറയുകയാണ്, ഇനി കൺസീവ് ചെയ്യാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൺസീവ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ, ഉദരത്തിലുള്ള കുഞ്ഞിനെ മുതൽ നിങ്ങൾ നല്ലൊരു അപ്പനാകാൻ, അമ്മയാകാൻ നിങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ വേണം നിങ്ങളുടെ ഓരോ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ മക്കൾ ഏറ്റവും നല്ല നല്ല കുഞ്ഞുങ്ങളായി, നല്ല ഭർത്താവായി, ഭാര്യയായി മാറാനുള്ള ട്രെയിനിങ് തുടങ്ങുന്നത് അവർ കൺസീവ് ചെയ്യുന്ന സമയം മുതലാണ്. അതുകൊണ്ടാണ് അന്ന യോവാക്കിമിന്റെ ജീവിതത്തില് പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവം എന്ന് പറയുന്നത്. ഈ അമലോത്ഭവം സംഭവിക്കുന്ന മറിയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല വേണ്ടത് എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തരുന്ന ആ നിമിഷം മുതൽ അവരെ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത് വരെ മറിയത്തെ പോലെ കുരിശിന്റെ ചുവട് വരെ ഓരോ അമ്മയും അപ്പനും കൂടെ ഉണ്ടാകണം. നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവർത്തികള്, അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വിത്താണ്. അത് ഇന്നൊന്നും പൊട്ടിമുളക്കത്തില്ല. ഇന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുന്ന ഓരോ വാക്കും, ഇന്ന് എൻ്റെ ഭാര്യ എന്നോട് പെരുമാറുന്ന ഓരോ രീതിയും, ഓരോ നോട്ടവും സംസാരവും നാളെ ഇന്നൊന്നും അത് പുറത്തു വരില്ല. അവരുടെ ഹൃദയത്തിൽ വീഴുന്ന വിത്താണ്. ഇതെല്ലാം അവർ കെട്ടിക്കേറി ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ കെട്ടിക്കഴിഞ്ഞു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ കായ്കനികളായിട്ട് കർത്താവ് പറഞ്ഞു വിതച്ച് അതിലും കൂടുതലായി 160 മേനിയായിട്ട് കൊയ്യാൻ തുടങ്ങും. അത് ഇനി മാതാപിതാക്കൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ മാത്രമല്ല, അവർ കാണുന്ന ഓരോ സിനിമ, അവർ കാണുന്ന ചുറ്റുവട്ടത്തുമുള്ള കുടുംബങ്ങള്, ഇതെല്ലാം അവരെ സ്വാധീനിക്കും. ഏത് വ്യക്തിയാണോ അവരെ കൂടുതൽ സ്വാധീനിക്കുന്ന, അവർ പറയുന്ന വാക്കുകൾ, ആക്ഷൻ, ജസ്റ്റേഴ്സ്, സ്റ്റൈല് എല്ലാം അവരുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അതിപ്പോഴല്ല, പിന്നീട് ഒരു 20, 25, 30 ഒക്കെ വയസ്സ് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിയുമ്പോഴാണ് അവർ ചാച്ചൻ ചമയാൻ തുടങ്ങും, ചാച്ചി ചമയാൻ തുടങ്ങും, അമ്മായിയമ്മ ചമയാൻ തുടങ്ങും, അമ്മായപ്പൻ ചമയാൻ തുടങ്ങും. ഇതെല്ലാം വി വിൽ റീപ്പ് ബാക്ക്, നമ്മൾ വീണ്ടും കൊയ്യാൻ തുടങ്ങും. ഈ സൈക്ലിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞാൽ 160 മേനിയായിട്ട് അത് കൊയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇപ്പോൾ വിതക്കുന്നത് നല്ലതാണെങ്കിൽ നന്മയായിരിക്കും കൊയ്യുക. ഇപ്പോൾ വിതക്കുന്നത്, നമ്മൾ പഴയ നിയമത്തിലെല്ലാം കാണുന്നത്, ഉടനീളം കാണുന്നത്, മാതാപിതാക്കള് അവരിലൂടെ അല്ലെങ്കിൽ ആ ജനറേഷൻസിലൂടെ വന്ന തിന്മകളാണ് മക്കളെ കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് നയിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. അവസാനമായിട്ട് കർത്താവ് ജെറമ്യായോട് പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അപ്പോ കർത്താവ് ആദ്യം ഡിസ്ട്രക്ഷൻസാ പറയുന്നത്. ആദ്യമേ പറയുന്നത് പിഴുതെറിയണം. എന്താണ്? പിതാവ് നടാത്തതെല്ലാം, എൻ്റെ പിതാവിനാൽ നടപ്പെടാത്തതെല്ലാം പിഴുതെറിയപ്പെടണം. ഈശോ പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, പിതാവിനാൽ നടപ്പെടാത്തതെല്ലാം പിഴുതെറിയണം. രണ്ടും ഇടിച്ചു തകർക്കുക. എന്താണ് ഇടിച്ച്? എല്ലാ ജെറീക്കോ കോട്ടകളും ഇടിച്ചു തകർക്കണം. സാത്താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊത്തളങ്ങള് ഇടിച്ചു തകർക്കണം. അവന്റെ ആധിപത്യങ്ങൾ ഇടിച്ചു തകർക്കണം. രണ്ട്, നശിപ്പിക്കുക, തകിടം മറിക്കുക. അവന്റെ വ്യവസ്ഥിതികളെ, അവന്റെ സാമ്രാജ്യത്വത്തെ തകിടം മറിക്കണം. ഈ ഒരു വലിയ അധികാരമുള്ള നിയോഗമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വീണ്ടും പറയുക, അവസാനമാണ് പറയുന്നത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാണ്, പണിതുയർത്താനും നട്ടുവളർത്താനും. എന്താണ് പണിതുയർത്തേണ്ടത്? കർത്താവിന്റെ കോട്ട പണിതുയർത്തണം. കർത്താവിന്റെ കോട്ട പണിതുയർത്തണം, എന്നിട്ട് നട്ടുവളർത്തണം. പണിതുയർത്തിയിട്ട് കോട്ടകള് നമുക്ക് ചുറ്റും, സംരക്ഷണത്തിന്റെ ആത്മീയ വേലികള്, കോട്ടകള് പണിതുയർത്തിയിട്ട് നട്ടുവളർത്തണം. അല്ലാതെ നട്ടുവളർത്തിയാല് ഈ തിന്മകളൊന്നും അവിടെ നിന്ന് വിട്ടുപോയില്ല. ഇതെല്ലാം നമ്മളെ വീണ്ടും ആക്രമിക്കും.
പ്രതിരോധം തീർക്കണം. ആദ്യമേ നമ്മൾ തിന്മയുടേതായ ആധിപത്യങ്ങളെ, സാമ്രാജ്യത്തെ, അവന്റെ വ്യവസ്ഥിതികളെല്ലാം തകിടം മറിച്ച് നശിപ്പിച്ച്, എന്നിട്ട് ദൈവത്തിന്റെ ദൂതന്മാരാലും ദൈവത്തിന്റെ സഹായത്താലും സ്വർഗീയ ദൂതന്മാര്, സാത്താനെ ചങ്ങലക്കിടുന്ന വെളിപാടിൽ കാണുന്ന മുഖ്യ ദൂതന്മാരാൽ ബന്ധിച്ച് നമുക്ക് നട്ടു വളർത്താൻ പറ്റണം. പലപ്പോഴും നമ്മുടെ പല കൂട്ടായ്മകളും ഒക്കെ നിന്നു പോകുന്നതിൻ്റെയും അല്ലെങ്കിൽ വളരാത്തതിൻ്റെയൊക്കെ കാരണം, അല്ലെങ്കിൽ പലതും ഇടിച്ചു കയറി വരുന്നതിൻ്റെയൊക്കെ കാരണം ഈ സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് കൊണ്ടാണ്. പ്രിവെന്റീവ് മെഷേഴ്സ് ആദ്യം എടുക്കണം, ആത്മീയ കൂട്ടായ്മയെ വളർത്തണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അതിന് പൂർണ്ണമായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം അത്രയും കേട്ടിരിക്കാൻ നിങ്ങൾ കാണിച്ച സാവകാശത്തിനും എന്നെ ക്ഷണിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകം ബെന്നിയച്ചനെ ഞാൻ കുറച്ച് നാളുകൾ അയച്ച ഇവിടെ തിരക്കെന്ന് പറയുന്നത് മറ്റൊന്നും വിചാരിക്കരുത്, എൻ്റെ ജോലി അതുപോലെയാണ്. നിങ്ങൾ എന്നെ പ്രാർത്ഥനയെ ഓർക്കുമോ? ബ്രദർ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന് നമുക്ക് ആദ്യം നന്ദി പറയാം. നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മളെ അറിയുകയും നമ്മുടെ പേര് ഈശോയുടെ കരങ്ങൾ രൂപപ്പെടുത്തി ഇത്രയും നാളും നമ്മളെ കാത്തു പരിപാലിക്കുകയും ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് ജെൻസൺ ബ്രദറിനെ തന്നെ ഞങ്ങൾക്ക് ആയി നൽകിയ സർവേശ്വരന് എല്ലാവരും നന്ദിയും കൃതജ്ഞതയും എല്ലാം ഞങ്ങൾ അർപ്പിക്കുന്നു. ബ്രദറിന്റെ ഇന്നത്തെ ടോക്ക് വളരെ നന്നായിരുന്നു. ആരുമില്ല, ബലഹീനരാണ്, കഴിവില്ലാത്തവരാണെന്നൊക്കെ ഉള്ള ചിന്ത പലപ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ അവസരങ്ങളിലൊക്കെ നമുക്ക് കടന്നു വരാറുണ്ട്. ഈശോ നമ്മളുടെ കൂടെ ഉള്ളപ്പോ നമ്മള് എത്ര സഹനങ്ങൾ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിനെല്ലാം തരണം ചെയ്യാൻ ഈശോയുടെ ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. പരിശുദ്ധാത്മാവിലൂടെ എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനും പരിശുദ്ധാത്മാവ് ശക്തി നമ്മളെ നയിക്കും. അതുകൊണ്ട് ബലഹീനരാണ്, കഴിവില്ലാത്തവരാണെന്നുള്ള ചിന്ത ഈ കൂട്ടിയിരിക്കുന്ന ആർക്കും, ഈ ബ്രദറിനെ ശ്രമിക്കുന്ന ആർക്കും ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ നല്ല വാക്കുകളിലൂടെ ലളിതമായിട്ടും വചനാധിഷ്ഠിതമായിട്ടും എല്ലാം ബ്രദർ നമുക്ക് പറഞ്ഞു തന്നു. ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പരിശുദ്ധ അമ്മയെ തന്നെ നമുക്ക് ഇന്നത്തെ വചനത്തിലൂടെ എടുത്തു കാണിച്ചു. നിനക്ക് എല്ലാം സാധ്യമാണ്, ഇനി ഈശോ നമ്മളെ ഒന്ന് ഓർത്താൽ മതി. ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ വാക്ക് ബ്രദറിലൂടെ ദൈവം നമുക്ക് തന്ന ഈ വാക്കിനെ നമുക്ക് ഓർക്കാം. നമുക്ക് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് പോലെ ഓർമ്മിക്കാനും വിശദീകരിക്കാനും നിയോഗിക്കാനും ആയിട്ട് നമ്മളെ ഈശോ ചേർത്ത് നിൽക്കുന്നതായിട്ട് എപ്പോഴും നമുക്ക് ഓർക്കാം. ഈശോയുടെ കൂടെ ജീവിക്കാം. ബ്രദറിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും ജോലി സ്ഥലങ്ങളിലും ബ്രദർ ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വചനാധിഷ്ഠിതമായി സംസാരിച്ച ബ്രദറിന്റെ ഈ ഗ്രൂപ്പിന്റെ പേരിലും ഞങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ബെന്നിയച്ചന്റെയും ഷിബി സിസ്റ്ററിന്റെയും ജോൺ ബ്രിട്ടോ ബ്രദറിന്റെ പേരിലും ഒത്തിരി നന്ദി പറയുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു ബ്രദർ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആമേൻ. ഹലോ, ബ്ലെസ്സിങ് തരാന്ന് പറഞ്ഞിട്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ ഈടുറ്റ ആശയസമ്പുഷ്ടമായ ഒരു വചന വിരുന്ന് അനുഭവിച്ചിരിക്കുന്ന നമുക്ക് ആ വചനം തന്നെയാണ് എല്ലാവിധത്തിലുള്ള ആശീർവാദവും നൽകുന്നത്. അതിനായി പ്രത്യേകം നന്ദി പറയുന്നു. സഹോദരനെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും ആഴമേറിയ ബോധ്യം വളരെ മനോഹരമായിട്ട് കൂട്ടായ്മയ്ക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. എല്ലാവർക്കും വളരെ ശക്തമായ ഒരു സ്നേഹവും സ്വാന്തനവും ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ പ്രത്യേകമായി ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇവയെല്ലാം ഹൃദയത്തിൽ എഴുതപ്പെടുവാനും
അങ്ങനെ ഞങ്ങൾ വെളിച്ചമായി മാറുവാനും ഞങ്ങൾ വെളിച്ചമാകാത്തതാണ് ഈ കുരുടന്റെ പ്രശ്നം എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന ആ സഹോദരനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ജ്വലിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് ഫ്രാൻസിസ് പാപ്പായോടും എല്ലാ ധ്യാന കേന്ദ്രങ്ങളോടും എല്ലാ വൈദിക ശ്രേഷ്ഠരോടും എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന ശ്രേഷ്ഠ ഡീക്കന്മാരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും